ഷിപ്പാൽ നമുക്കിനി സെക്രട്ടേറിയറ്റ് പഠിക്കലൊന്ന് പോകണം. നമ്മൾ കുറേ ദിവസമായി കാണുകയാണ് അവിടെ ആശാ വർക്കർമാർ സമരം തുടരുന്നത്. ഇത്തരത്തിൽ ശമ്പളവും ആനുകൂല്യങ്ങളും വാരിക്കോരി കൊടുക്കുന്ന സർക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാ വർക്കർമാരുടെ കണ്ണീർ കാണാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നതാണ്. സമരം ഏറ്റെടുക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. വൈകിട്ട് 6 മണിക്ക് KPCC അധ്യക്ഷൻ K. സുധാകരൻ സമരപന്തൽ സന്ദർശിക്കുകയും ചെയ്യും. അതിൽ പാലൂടുണ്ട്. അതിൽ ശക്തമായ പ്രതിഷേധം അവരുടെ ഭാഗത്ത് നമ്മൾ കണ്ടതാണ്. ഇന്നലെ ശമ്പള വർധനയെക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ തന്നെ അവർ പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ് കാണുന്നത്. അനുഭാവപൂർവ്വമായൊരു സമീപനം ഇനിയും സർക്കാർ സ്വീകരിക്കുന്നില്ല എന്നതാണ്. അനിശ്ചിതകാല സമരത്തിലേക്ക് അവർ കടന്നിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇനിയുള്ള നീക്കങ്ങൾ എന്താണ്? രാഷ്ട്രീയ പ്രേരിതമാണ് സമരം എന്ന് നേരത്തെ ധനമന്ത്രി പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോഴാണ് കോൺഗ്രസ് ഈ സമരം ഏറ്റെടുക്കാൻ എത്തുന്നത്. ഇന്നിപ്പോൾ KPCC അധ്യക്ഷൻ എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ആശാ വർക്കർമാർക്ക് പിന്തുണയുമായി എത്തുന്നത് നമ്മൾ കാണുകയും ചെയ്തിരുന്നു. ഉന്നയിച്ചുകൊണ്ടുള്ള സമരം ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുകയാണ്. ഈ കനത്ത ചൂടിലും ഇന്ന് പകൽ ഇത്രയും ആളുകൾ, ഈ കാണുന്ന ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം. ഏതായാലും കോൺഗ്രസ് ഈ സമരം ഏറ്റെടുക്കുകയാണ്. വിനീത, ഇന്ന് KPCC അധ്യക്ഷൻ വൈകുന്നേരം 6 മണിക്ക് സമരപ്പന്തൽ സന്ദർശിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇവിടെ കാണാം, ഇവിടെ തന്നെ പാചകം ചെയ്ത് ഭക്ഷണം കഴിച്ച് ഇവിടെ കഴിഞ്ഞുകൂടുകയാണ് കഴിഞ്ഞ 11 ദിവസങ്ങളിലായി ആശാ വർക്കർമാർ. അവർ അനുകൂല തീരുമാനമില്ലാതെ ഈ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാട് ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം, 2 ആവശ്യങ്ങൾ അംഗീകരിച്ചെങ്കിലും ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നതാണ് ഒന്നാമത്തെ ആവശ്യം. ആ ആവശ്യം അംഗീകരിക്കാതെ സമരം പിൻവലിക്കില്ല എന്നുള്ളതാണ്. 2 ആവശ്യങ്ങൾ, അതിലൊന്ന് മാനദണ്ഡങ്ങൾ, ഈ ഓണറേറിയം നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ നീക്കണമെന്നതായിരുന്നു. ആ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാമെന്ന് സർക്കാർ വാക്കുകൊടുത്തിട്ടുണ്ട്. ഒപ്പം കുടിശ്ശിക നൽകാൻ ഉണ്ടായിരുന്നു. അതിൽ 2 മാസത്തെ കുടിശ്ശിക നൽകാമെന്നും അറിയിച്ചിരുന്നു. ഇത് രണ്ടും സർക്കാർ അംഗീകരിച്ചെങ്കിലും പ്രധാനപ്പെട്ട മറ്റു 2 ആവശ്യങ്ങൾ, അതിലൊന്ന് ഓണറേറിയം 7000 രൂപയിൽ നിന്ന് വർദ്ധിപ്പിക്കുക, 2 ഈ 62-ാം വയസ്സിൽ പിരിഞ്ഞു പോകണമെന്നാണ് സർക്കാർ പറയുന്നത്. ആ പിരിഞ്ഞു പോകണം എന്ന നിബന്ധനയും നിർദ്ദേശവും ഉത്തരവും ഒഴിവാക്കുക. ഒപ്പം ഇനി അഥവാ പിരിഞ്ഞു പോവുകയാണെങ്കിൽ തന്നെ വിരമിക്കൽ ആനുകൂല്യം നൽകുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത്. ഇവിടെയൊക്കെ കാണാം. ചേച്ചി, എവിടെന്നാ വരുന്നത്? കാട്ടാക്കട, പോച്ചൽ പഞ്ചായത്ത് കാട്ടാക്കട. എന്താണ് നിങ്ങളുടെ അവസ്ഥ? ഈ PSC-ക്കാർക്കൊക്കെ പൈസ കൂട്ടിക്കൊടുത്തപ്പോൾ നിങ്ങളെ പരിഗണിച്ചില്ല എന്നൊരു ആക്ഷേപം ഉണ്ടോ? വിഷമമുണ്ടോ? ഉണ്ട്, വിഷമമുണ്ട്. മാനസികമായിട്ടും വിഷമമുണ്ട്. ഞങ്ങൾക്ക് ഒരു ഓട്ടോ പിടിച്ച് പോകണമെങ്കിൽ തന്നെയും ഒരു വാക്ക് പോകണമെങ്കിൽ 150 രൂപ വേണം നമ്മുടെ ഏരിയയിൽ എത്തണമെങ്കിൽ. തിരിച്ചതേപോലെ വരണമെങ്കിൽ അങ്ങനെ തന്നെ. പക്ഷേ 230 രൂപയിലേ കിട്ടുള്ളൂ. 237 രൂപയാണ് കിട്ടുന്നത്. പിന്നെ നമ്മൾ ഈ ജോലിയിൽ നമ്മൾ ആത്മാർത്ഥത കാണിക്കുന്ന വെച്ചാൽ നമ്മളെ വാർഡിലെ ജനങ്ങളുമായിട്ട് നമുക്കൊരു നല്ലൊരു ബന്ധമുണ്ട്. ആ ഒരു ആത്മാർത്ഥത കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇപ്പോൾ ഈ തൊഴിൽ സ്നേഹം കൊണ്ട് മാത്രമാണ് ഇത് നിൽക്കുന്നത്. സ്നേഹം കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അല്ല, ഈ ശമ്പളം വെച്ച് നമുക്കൊന്നും ചെയ്യാനാവില്ല. നമ്മളെ കുടുംബം മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏതായാലും കേന്ദ്രം പണം തരാത്തതാണ് പ്രശ്നമെന്ന് ധനമന്ത്രി കൊല്ലത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. പക്ഷേ കൂട്ടാനുള്ള ഒരു തരത്തിലുള്ള സൂചനയും പ്രതികരണത്തിൽ നിന്നും കാണുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും ചർച്ചകൾ തുടരാം എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇനി ഏത് വിധേയ ചർച്ചകൾ തുടരും. ഈ ഓണറേറിയം വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന നിലപാടിൽ ഇവർ ഉറച്ചു നിൽക്കുമ്പോൾ സർക്കാരിൻ്റെ തുടർ നീക്കം എന്താകുമെന്നതും ശ്രദ്ധേയമാണ്. ശരി, അതിലാണ് സമരപ്പന്തലിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അവർ അവിടെ രാപ്പകൽ സമരം തുടരുക തന്നെയാണ്. അനിശ്ചിതകാല സമരത്തേക്ക് കടന്നിരിക്കുന്നു. ഇനിയെങ്കിലും അവരുടെ ആവശ്യങ്ങളിലേക്ക് കണ്ണു തുറന്നേ മതിയാകൂ സർക്കാർ എന്നാണ് പറയാനുള്ളത്. ഇന്നിപ്പോൾ